ഹായ് എവരിവൺ, എല്ലാവർക്കും ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേറ്ററ്റിൻ്റെ കാറ്റഗറി 1ൻ്റെ എക്സാം ആയിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ആൻസർ കീ അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ 30 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. അപ്പോൾ നിങ്ങളുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഇതിനകത്ത് വന്നേക്കാം, എന്നാലും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 61ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമീബ, പാരമീസിയം എന്നീ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രോട്ടിസ്റ്റയാണ്. അതേപോലെ തന്നെ 62ാമത്തെ ക്വസ്റ്റ്യൻ, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്ന പേരെന്തെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ആസ്റ്ററോയിഡുകളാണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ, കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏതെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വേഴാമ്പലാണ്. 64, 2026 ജനുവരി 3 പൗർണമി ആണെങ്കിൽ അടുത്ത പൗർണമി ഏത് ദിവസമായിരിക്കും എന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 2026 ഫെബ്രുവരി 1 എന്നുള്ളതാണ്. അതേപോലെ 65ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടതാണ്. നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി പുസ്തകത്തിൻ്റെ രചയിതാവായിരുന്നാണ്. ഓപ്ഷൻ ഡി ആണ്, റേച്ചൽ കേഴ്സൺ ആണ് ആൻസർ. അതേപോലെ 66 ഭൂപടമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വിഭവ ഭൂപടം എന്നാൽ എന്തെന്നാണ്. അതായത് ഓപ്ഷൻ ഡി, വിദ്യാലയത്തിന് ചുറ്റുമുള്ള പഠന വിഭവങ്ങളുടെ ചിത്രീകരണം, അതാണ് വിഭവ ഭൂപടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ 67 ടൈഫോയിഡ് രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏത്? സാൽമണല്ല വൈറസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, സാൽമണല്ല എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. 68 ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ ഉയരം, തണ്ടിൻ്റെ കാഠിന്യം, ആയുസ് എന്നിവയിൽ വ്യത്യാസമുണ്ടെന്ന ആശയം രൂപീകരിക്കുമ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടികളിൽ പ്രധാനമായും വികസിക്കുന്ന പ്രക്രിയാശേഷി ഏതെന്നാണ്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ എ, വർഗീകരണമാണ് വരുന്നത്. ഓക്കെ. അതേപോലെ 69 വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയും വേര്, തണ്ട്, ഇല എന്നീ വേർതിരിക്കാനാവാതെ നാരുപോലുള്ള ശരീരമുള്ള സസ്യവിഭാഗം. ആൻസർ വരുന്നത് ബ്രയോഫൈറ്റ് എന്നുള്ളതാണ്, ഓപ്ഷൻ ബി ആണ്. അതേപോലെ 70ാമത്തെ ക്വസ്റ്റ്യൻ, നേടിയ അറിവിൻ്റെ പ്രയോഗം നടക്കുന്ന അന്വേഷണാത്മക പഠന സമീപനത്തിൻ്റെ ഘട്ടം എലാബറേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 70ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എലാബറേറ്റ് എന്നുള്ളതാണ്. അതേപോലെ 71 താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഉദാഹരണം. 71ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ എന്നുള്ളതാണ്. അതേപോലെ 72 ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ്. ശരിയായ ജോഡി ഇതിനകത്ത് മരവാഴ, എപ്പിഫൈറ്റ് എന്നുള്ളതാണ്, നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. അതേപോലെ 73ാമത്തെ ക്വസ്റ്റ്യൻ, 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ആകൃതി, വലുപ്പം, അതിരുകൾ ഇവർ തിരിച്ചറിയുവാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 73ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജിഗ്സോ ആണ്, ജിഗ്സോ. അതേപോലെ 74 2026 ഐക്യരാഷ്ട്രസഭ 3 വിഷയങ്ങളിൽ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നു. ഇവയിൽ പെടാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയെയും സംബന്ധിച്ച അന്താരാഷ്ട്ര വർഷം. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് 74ൻ്റെ ആൻസർ. 75 എന്ന് പറയുന്നത് വിളർച്ച ഉണ്ടാകുന്നത് ഏത് പോഷകഘടകത്തിൻ്റെ അഭാവം കൊണ്ടാണ്. അതിൻ്റെ ആൻസർ വരുന്നത് 75 സി, ധാതു ലവണങ്ങളാണ്. അതേപോലെ 76 വൃത്തി നൽകും ശക്തി എന്ന യൂണിറ്റിൻ്റെ അവസാനം നൽകിയിരിക്കുന്ന വർക്ക് ഷീറ്റുകൾ, ചെക്ക് ലിസ്റ്റുകൾ എന്നിവ കുട്ടികൾ വ്യക്തിഗതമായി പൂർത്തിയാക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള വിലയിരുത്തലിന് ഉദാഹരണമാണ്? 76ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പഠനത്തെ വിലയിരുത്തൽ. അതേപോലെ 77 തേനീച്ചയുടെ കുത്തേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ ഏതെന്നുള്ളതാണ്. ആൻസർ 77ൻ്റെ എ ആണ്, കുത്തേറ്റ ഭാഗം ചൂടുവെള്ളത്തിൽ കഴുകുക. അതേപോലെ 78 ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നു. ഇത് ഏത് ശാസ്ത്രവിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നു? 78 എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, നിയമം എന്ന് പറയുന്ന ശാസ്ത്രവിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ 79 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത, നാഷണൽ ഹൈവേ 66, ഓപ്ഷൻ സി ആണ് ആൻസർ. അതേപോലെ 80 ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ നടന്ന ശരിയായ കാലക്രമം, അതായത് വർഷം തിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ കാലഗണന വരുന്നത് 80ൻ്റെ ഓപ്ഷൻ ബി ആണ്, മൈക്രോസ്കോപ്പ്, ടെലിഫോണ്, ടെലിവിഷൻ, പിന്നെ മൊബൈൽ ഫോൺ. അതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 81 എന്ന് പറയുന്നത് കടലിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം. അത് നമ്മൾ കുറേ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രകീർണനമാണ്. ഓപ്ഷൻ എ, പ്രകീർണനമാണ് ആൻസർ. അതേപോലെ 82 താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ക്യൂണിക്കൾച്ചർ, കൂൺ കൃഷി എന്ന് പറയുന്നതാണ് തെറ്റായ ജോഡി. ഓപ്ഷൻ എ ആണ് ആൻസർ. അതേപോലെ 83 പരിസര പഠന ക്ലാസ്സിൽ നിരീക്ഷണ കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ ചിത്രീകരണത്തിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ എൻ്റെ ക്ലാസ്സിലെ
20 കുട്ടികളെ എങ്ങനെ പ്രാപ്തരാക്കാം? ഇത് ടീച്ചർ ഏർപ്പെടുന്ന ക്രിയാഗവേഷണത്തിന്റെ ഏത് ഘട്ടത്തിൽ വരുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി. 83ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രശ്നം സൂക്ഷ്മതലത്തിൽ നിർവചിക്കുന്നു. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 84 താഴെ പറയുന്നവയിൽ സൗരോർജ്ജത്തിന്റെ ഇടപെടലില്ലാതെ വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജ സ്രോതസ് ഏത്? 84ന്റെ ആൻസർ എ. ഭൗമതാപോർജ്ജമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 85 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമല്ലാത്തത് ഏതെന്നുള്ളതാണ്. 85ന്റെ ആൻസർ ഓപ്ഷൻ സി. കണിക്കൊന്നയാണ്. അതേപോലെ 86 മനുഷ്യ ശരീരത്തിൽ ജലം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവയവം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. തലച്ചോറാണ് ആൻസർ ആയിട്ട് വരുന്നത്. 87 താഴെ പറയുന്നവയിൽ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത്, മത്സ്യങ്ങളല്ലാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി. ജെല്ലി ഫിഷ്, ചെമ്മീൻ, നക്ഷത്ര മത്സ്യം. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് 87ന്റെ ആൻസർ. 88 ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണം നടത്തുന്ന ഏറ്റവും അനുയോജ്യമായ ദിവസം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 88ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒക്ടോബർ 16 ആണ്. 89 താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്ര രീതിയുടെ ഘട്ടങ്ങളിൽ വിട്ടുപോയ ഘട്ടങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് 1, 2, 3 ആ ഘട്ടങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് 89 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നം ഉന്നയിക്കൽ, പിന്നെ പഠന രീതി, ആസൂത്രണം, അത് കഴിഞ്ഞിട്ട് അപഗ്രഥനം. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അവസാനം 90ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത് മണ്ണിനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. ചെങ്കൽ മണ്ണാണ്. അപ്പോൾ ഇതാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവരും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ എല്ലാം കറക്റ്റ് ആണോ നോക്കുക, മാർക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ആൻസർ കീ അനാലിസിസും മറ്റ് വീഡിയോസുമായിട്ട് മറ്റൊരു സെക്ഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.